2023 ഏപ്രിൽ 21 കണ്ണൂർ അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ കോളേജിലെ വിദ്യാർത്ഥികളും അവരുടെ സഹോദരങ്ങളും പൊന്നിൻ കുരിശുമുത്തപ്പനെ കാണാൻ മലയാറ്റൂരിലേക്ക് പോയത്. മാസങ്ങൾ നീണ്ട നോമ്പിനും ഒരുക്കത്തിനും ശേഷമാണ് കുഞ്ഞുങ്ങൾ ഒന്നിച്ച് മല ചവിട്ടിയത്. എന്നാൽ തിരികെ വരും വഴി ഇവർ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുകയും 3 പേർ നിത്യസമ്മാനത്തിനായി യാത്രയാവുകയും ചെയ്തു. അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥികളായ അഡോൺ ബെസ്റ്റി, ജിസ്ന, സ്നേഹ എന്നിവരാണ് നിത്യസമ്മാനിതരായത്. കോളേജിലെ മോസ്റ്റ് ഇൻസ്പയറിംഗ് അവാർഡ് നേടിയ അഡോൺ KCYM സജീവ പ്രവർത്തകനുമായിരുന്നു. അൺസങ് ഹീറോ അവാർഡ് നേടിയ ജിസ്നയും കോളേജ് മാഗസിൻ എഡിറ്റോറിയൽ ബോർഡ് അംഗമായിരുന്ന സ്നേഹയും അധ്യാപകർക്കും കൂട്ടുകാർക്കും ഇടവകയ്ക്കും ഒരുപോലെ പ്രിയപ്പെട്ടവരായിരുന്നു. കാറിലെ മറ്റു 2 കുട്ടികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എന്നാൽ നിത്യസമ്മാനിതനായ അഡോണിന്റെ സഹോദരി ഡിയോണ ബെസ്റ്റി 3 വർഷമായി അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. തലയുടെ പകുതി ഭാഗം മാത്രമുള്ള ഡിയോണയെ സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് ശുശ്രൂഷിക്കുകയാണ് മാതാവ് സിജിയും പിതാവ് ബെസ്റ്റി ചെന്നൈയിലും. മൂത്ത മകൻ അപകടത്തിൽ മരിച്ചിട്ടും മകൾ 3 വർഷമായി ഒന്നിനുമാകാതെ, ഒന്നും മിണ്ടാതെ, തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് കിടപ്പിലായിട്ടും മറ്റൊരപകടത്തിൽ ഭർത്താവിന്റെ കൈപ്പത്തിയും വിരലുകളും അറ്റിട്ടും തനിക്ക് ഗുരുതരമായ ത്വക്ക് രോഗം പിടിപെട്ടിട്ടും കുടുംബം കടക്കെണിയിലായിട്ടും സിജിക്ക് കർത്താവിനോട് പരാതികളില്ല, പരിഭവങ്ങളില്ല. സ്നേഹം, ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹം, അതുമാത്രം. തങ്ങളുടെ ജീവിതത്താൽ കർത്താവ് പ്രഘോഷിക്കപ്പെടണം, അത് മാത്രമാണ് സിജിയുടെയും ബെസ്റ്റിയുടെയും ആഗ്രഹം. ഒരു ദിനം പോലും ദിവ്യബലി മുടക്കാത്ത ഈ കുടുംബം എല്ലാവർക്കും അത്ഭുതമാണ്. ദൈവസ്നേഹത്തിന്റെ മഹാത്ഭുതം. ഡോൺ ബോസ്കോ കോളേജിൽ നിന്ന് മലയാറ്റൂർ പോകാൻ വേണ്ടിയിട്ട് അവർ 10-16 പേര് ഒരുമിച്ച് പോകാന്നുള്ള ഇതിൽ അവർ പ്രാർത്ഥിച്ചൊരുങ്ങി നോമ്പൊക്കെ നോക്കി. അപ്പം ബാക്കിയുള്ള കുട്ടികൾ ഓരോ കാരണത്താൽ ഒഴിവായി പോയി. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് അവര് 4 പേര് ഒറ്റയ്ക്കായി. അപ്പം കൂടുതലുള്ളത് അഡോൺ മലയാറ്റൂർ പോയിട്ടുണ്ട്, ബാക്കി ആരും മലയാറ്റൂരും പോയിട്ടില്ല. അപ്പൊ നമുക്കൊന്ന് പോകാമെന്ന് പറഞ്ഞ് അവര് നോമ്പൊക്കെ നോക്കി. അപ്പൊ ആ കൂട്ടത്തില് ഡിയോണ മോളെയും കൂട്ടി ആ കൂട്ടത്തിലുണ്ടായിരുന്ന സ്നേഹയുടെ അനിയത്തി അവർ 6 പേര് ഒരുമിച്ച് മലയാറ്റൂർ പോയിട്ട് മലയൊക്കെ കയറി നല്ല ഹാപ്പി ആയിട്ട് അവർ തിരിച്ചു വന്നു. നോമ്പൊക്കെ എടുത്തത് കൊണ്ട് ഞാൻ കുറച്ചൊക്കെ ഇറച്ചിയൊക്കെ കറി വെച്ച് ഇങ്ങനെ നോക്കിയിരുന്നു, അവർ വരുന്നത് നോക്കിയിരുന്നു. കോഴിക്കോട് എത്തിക്കഴിഞ്ഞപ്പം ആ കൂട്ടത്തിലുള്ള കുട്ടികൾ പറഞ്ഞു, നമുക്ക് ബാണാസുരയെ കൂടെ ഒന്ന് കണ്ടിട്ട് പോകാം, നമ്മൾ ഇനി ഒരുമിച്ച് അധികകാലം ഉണ്ടാവില്ല, അത് നമുക്ക് ബാണാസുര ഡാം കൂടെ കണ്ടിട്ട് പോകാന്ന് പറഞ്ഞു. അങ്ങനെ ബാണാസുര കാണാൻ വേണ്ടിയിട്ട് അവർ പോയതാണ്. പോയ വഴിക്ക് ആ കൂട്ടത്തിലുണ്ടായിരുന്ന സ്നേഹയുടെ അനിയത്തി ഒന്ന് ഛർദ്ദിച്ചപ്പോ അവര് നേരെ അവിടെ ഫാത്തിമ ഹോസ്പിറ്റലിലേക്ക് പോയതാണ്. പോയ വഴിക്കാണ് ഈ ആക്സിഡന്റ് സംഭവിക്കുന്നത്. അപ്പൊ തന്നെ അഡോണും സ്നേഹയും ജിസ്നയും പോയി. ബാക്കി മോളുടെ തലയ്ക്ക് അവർക്ക് സംഭവിച്ച അതേ ഇത് തന്നെയാണ് ഡിയോണ മോൾക്കും സംഭവിച്ചത്. തല പൊട്ടി, തലച്ചോറിന്റെ പകുതി ഭാഗം പോയി, തലയോട്ടി പൊട്ടിപ്പോയി. അവളുടെ തലയോട്ടി വെക്കാൻ പറ്റില്ലായിരുന്നു. അതാണ് 2 പ്രാവശ്യം ആർട്ടിഫിഷ്യൽ വെച്ച് 2 പ്രാവശ്യം അത് പഴുപ്പായി എടുത്തു കളയേണ്ടി വന്നു. ഇപ്പൊ തലയോട്ടി ഒരു ഭാഗത്ത് അവൾക്ക് തലയോട്ടി ഇല്ല, അവൾ സംസാരിക്കില്ല, അവൾക്ക് ഓർമ്മയില്ല. അവള് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കും, കുറെ തെറാപ്പിയൊക്കെ ചെയ്തു, കൊടുക്കുന്ന ഭക്ഷണം കഴിക്കും, വിശുദ്ധ കുർബാന സ്വീകരിക്കും, ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കും. അവൾ എപ്പോഴും മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങൾ മനസ്സിലാകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അതായത് അവൾക്ക് വിശുദ്ധ കുർബാന അവള് അതേപടി കഴിക്കും, വേറെ ഒന്നും അത്രയും കട്ടിയിൽ കഴിക്കില്ലായിരുന്നു. ഇപ്പോഴിപ്പോഴാണ് അവൾ ഇച്ചിരിച്ചൊക്കെ ഞാൻ ഇപ്പം ചോറ് കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ എന്നാൽ അതൊന്നും അവൾ അങ്ങനെ കഴിക്കില്ല. ഇച്ചിരി കട്ടിയിൽ കഴിക്കുന്നത് വിശുദ്ധ കുർബാന മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ അരച്ചാണ് കൊടുക്കുന്നത്. എനിക്കൊരു സഹനമുണ്ട്, അത് ഞാൻ ചോദിച്ചു മേടിച്ചതായിട്ടാണുള്ളത്. കാരണം വെച്ചാൽ ഞാൻ ഡിയോണ മോളെയും കൂടി ഞാൻ മേപ്പാടി ഹോസ്പിറ്റലിൽ കിടന്നപ്പം ഡിയോണ മോൾ ഇനിയില്ല, ഡിയോണ മോളുടെ തലകുട്ടി എല്ലാം എടുക്കും, ഇനി അധിക ദിവസം ഒന്നും കൊച്ചു ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞപ്പം ഞാൻ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു, ഈശോയെ അവളുടെ ഇൻട്രക്ഷനും സഹനം മുഴുവൻ ഞാൻ ഏറ്റെടുക്കാം, ഡിയോണ മോളെ എനിക്ക് തിരിച്ചതാ, ഞാൻ എന്ത് വേണേലും സഹിച്ചോളാം, ഡിയോണ മോളുടെ തലയൊട്ടി എടുക്കല്ലേ, ഞാൻ വിരൂപയായിക്കോളാം. ഡിയോണ മോളെ പോലെ എനിക്ക് കുറെ മുടിയൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം വെളുത്ത ഒരാളൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് ഒരുമാതിരിപ്പെട്ടവരൊന്നും എന്നെ കണ്ട തിരിച്ചറിയില്ല. അത് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചൊക്കെ
തമ്പുരാന് സഹനം എനിക്ക്. ഞാൻ മോളെയും കൊണ്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പം അവിടുത്തെ ഹോസ്പിറ്റലിലെ ഡോക്ടർക്ക് അവിടുന്ന് പോകേണ്ടി വന്നതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് മോളെയും കൊണ്ട് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് മേപ്പാടി മുതൽ തുടങ്ങി എനിക്ക് ചെറിയൊരു ചൊറിച്ചിൽ തുടങ്ങി. ആ ചൊറിച്ചിൽ അങ്ങ് തുടങ്ങി. പിന്നെ അത് ഭയങ്കരമായിട്ട് കൂടുതലായി കഴിഞ്ഞപ്പം ചൊറിച്ചിൽ സഹിക്കാൻ പറ്റാതെ എല്ലാവരും പറഞ്ഞു എട്ടുകാലി കടിച്ചിട്ടായിരിക്കും, നമുക്കൊന്ന് വിഷചികിത്സ ചെയ്ത് നോക്കാൻ ഓർത്തുകൊണ്ട് അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ശരീരം മുഴുവൻ ഇൻഫെക്ഷനായി. അതിങ്ങനെ കുമിളകൾ ശരീരം മുഴുവൻ, മുഖവും കാലും ശരീരം മൊത്തം കുമിളകൾ വന്നു. അത് പൊട്ടിച്ച് അതിങ്ങനെ NS വെച്ച് ക്ലീൻ ചെയ്ത് അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങളിത് ഡോക്ടറെ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഈ പുള്ളിക്കാരത്തിനെ വെച്ചോണ്ടിരിക്കുന്ന ഇത് ഈ പുള്ളിക്കാരത്തിനും കൂടെ മരിച്ചു പോകും, നിങ്ങൾ എന്തായി കാട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ സ്കിന്നിന്റെ ഒരു ഡോക്ടറെ കാണിച്ചു. അവിടെ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഒരു 5 ദിവസമെങ്കിലും അഡ്മിറ്റ് ആവണം, അഡ്മിറ്റ് ആയില്ലെങ്കിൽ ശരിയാകില്ല, ചികിത്സ എടുക്കണം. അപ്പത്തേക്കും മോക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് വീട്ടിലിരിക്കുക. എനിക്ക് മോളെ ഇട്ടിട്ട് എങ്ങോട്ടും പോകാൻ പറ്റില്ല, എപ്പോഴും മോളുടെ അടുത്ത് ഞാൻ വേണം. അപ്പം ഡോക്ടറോട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് അഡ്മിറ്റ് ആകാൻ പറ്റില്ല, ഞങ്ങൾക്ക് വീട്ടിൽ പോകണം, മോൾ ഇങ്ങനെ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. അപ്പം വീട്ടിൽ തന്നെ ഞാൻ ഇഞ്ചക്ഷൻ കുത്തിയിട്ട് വീട്ടിൽ തന്നെ കിടന്നു. അപ്പത്തേക്ക് വീണ്ടും കൊച്ചിന് കൂടുതലായി. എന്നിട്ട് ഞങ്ങൾ കണ്ണൂർ ഒരു ഡോക്ടറെ, ബേബിയിലെ ഒരു ഡോക്ടറെ കണ്ട് മോളെ അങ്ങോട്ടേക്ക് മാറ്റി. പിന്നെ ഞങ്ങൾ ബേബി പോയി ചികിത്സ തുടങ്ങി. അവിടെ നിന്നും ചെയ്തിട്ടൊന്നും ഇത് കുറയുന്നില്ല, ഭയങ്കരമായിട്ട് കൂടി വരിക. അങ്ങനെ ഞങ്ങള് വേറൊരു ഹോസ്പിറ്റലിൽ അവർ ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 5 ദിവസം എന്നോട് അവിടെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. 5 ദിവസം അഡ്മിറ്റ് ആയിട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്ന പറഞ്ഞിട്ട് നമുക്ക് ഈ സ്റ്റിറോയിഡ് കുത്തുമ്പോഴത്തേക്കും നമുക്ക് ഈ മെന്റലി പ്രശ്നം വരും. എന്താ പറയുക, മോളുടെ കരച്ചില്, മോളുടെ തലയിലെ പഴുപ്പ് ഒരേപോലെ കൊച്ചു നിന്ന് കരയുന്നു. വേറൊരു ഹോസ്പിറ്റലിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നു. ആ സമയത്താണ് മേപ്പാടിയിൽ അവിടുത്തെ നഴ്സുമാരൊക്കെ ആയിട്ട് ഭയങ്കര കൂട്ടായ ഒരു സമയം. ആ സമയത്താണ് അവിടെ ഉരുൾപൊട്ടൽ നടക്കുന്നത്. എനിക്ക് അറിയാവുന്ന ഒത്തിരി പേര് ആ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോകുന്നു, അവരുടെ മക്കൾ നഷ്ടപ്പെടുന്നു. അതും കൂടി ആയപ്പോഴത്തേക്കും ഞാൻ ഓർത്തതേമേ എനിക്ക് ഭ്രാന്ത് വരുമോ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഒരു മനുഷ്യൻ സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായി വരുക. അപ്പൊ ഞാൻ ഒരു അച്ഛനെ വിളിച്ചു ചോദിച്ചു, അച്ഛാ എനിക്ക് എന്താണെന്നറിയില്ല, തമ്പുരാൻ എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈശോ കുരിശും ചുമന്നുകൊണ്ട് ഗാഗുൽത്താമയിൽ കിടന്നൊരു സംഭവമുണ്ട്. പിതാവെ നീ എന്നെ കൈവിട്ടോന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അന്നപ്പം പുത്രന് പിതാവ് മറുപടി ഒന്നും കൊടുത്തില്ല, ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞതുപോലെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നു, തമ്പുരാൻ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, പക്ഷെ ഈ സഹനത്തിലൂടെയൊക്കെ കടന്നു പോയാലേ ഒരു നിത്യതയിലെത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് തമ്പുരാൻ കാണുന്നില്ല എന്ന് വിചാരിക്കരുത്, തമ്പുരാൻ എല്ലാം കാണുന്നുണ്ട്. ഈ സഹനം എല്ലാം തന്നത് തമ്പുരാൻ ക്ഷമയോടെ നിങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങളുടെ കൈ വെച്ച് തന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം. ഒത്തിരി കുറവുള്ള മനുഷ്യരാ ഞാനും എൻ്റെ ഹസ്ബൻഡും. ഞങ്ങൾക്ക് എന്താ പറയുക, ഒത്തിരി കുറവുകളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വലിയ കാര്യമായിട്ട് അറിവോ കാര്യങ്ങളോ ഇല്ല. പിന്നെ ഹസ്ബൻഡ് ഇച്ചിരി മദ്യപിക്കുന്ന ആളായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരി കുറവുള്ളത് കൊണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്നൊരു കുഞ്ഞിന് ജന്മം കൊടുക്കണ്ട, ഞങ്ങൾക്ക് ഈശോയുടെ കയ്യിൽ നിന്നൊരു കുഞ്ഞിനെ വേണമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. അന്നത്തെ കാലത്തൊക്കെ പെട്ടെന്ന് കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ ഞങ്ങളോട് ചോദിക്കുമായിരുന്നു, എന്താ പിള്ളേരുണ്ടാവാത്തെ. അപ്പൊ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴും ചോദിക്കും, എന്താ മക്കളുണ്ടാവാത്തെ എന്ന് ചോദിക്കുമായിരുന്നു. അപ്പൊ ഞങ്ങൾ കുറച്ച് ലേറ്റായി. അപ്പം ഞങ്ങൾ ഈശോയോട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ 10-13 ദിവസം നോമ്പെടുത്ത് ഞങ്ങൾ പോയി വിശുദ്ധ കുർബാന സ്വീകരിച്ചു വന്ന് ഞങ്ങളുടെ കട്ടിൽ ഞങ്ങൾ അൾത്താരയാക്കി ഞങ്ങൾ ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണ്ട, നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ താ. അങ്ങനെ ഞാൻ കുഞ്ഞിനെ ഉദരത്തിൽ സ്വീകരിച്ച ആ നിമിഷം മുതൽ, അഡോണിനെ സ്വീകരിച്ച ആ നിമിഷം മുതൽ ഞാൻ മോനെ എന്നാ വിളിച്ചതിന്, മോനെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാന് അന്ന് ഈ കുട്ടിക്ക് ജന്മം കൊടുത്ത ആ സമയത്തൊന്നും കച്ചേരിക്കടവ് പാലത്തുംകടവ് റോഡ് ഭയങ്കര മോശമായ റോഡായിരുന്നു. അപ്പൊ നമുക്ക് അന്നത്തെ ഞങ്ങളുടെ വരുമാനം എന്ന് പറഞ്ഞിട്ട് ജീപ്പാണ്. അപ്പൊ തന്നെ അമ്മ വന്ന് വിളിക്കുന്നു, പാലത്തുംകടവുള്ളിൽ അച്ഛൻ വന്നു ബിസ്റ്റി കൊണ്ടുവിടാൻ പറഞ്ഞു. വേഗം പാലത്തുംകടവ് വന്ന് തിരിച്ചു വരുന്നത് വരെ ഞാൻ ഉദരത്തെ അവിടെ നേക്കാതെ ഉദരത്തിൽ കൈ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, മോനെ ഈശോ എനിക്ക് തന്ന സമ്മാനം ഞാൻ എൻ്റെ ഉദരത്തിൽ സ്വീകരിച്ചു ഈശോയെ എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് മുതൽ ഞാൻ പ്രാർത്ഥന തുടങ്ങി. അങ്ങനെ ആ സമയത്ത് മുതൽ അവൻ എൻ്റെ ഉദരത്തിൽ വന്നു. അവനെ എനിക്ക് ഈശോ തന്ന ഒരു മാലാഖയാണ്, ഭൂമിയിലേക്ക് വന്നൊരു മാലാഖ. അവനെ എൻ്റെ ഉദരത്തിൽ വഹിക്കാൻ പറ്റുന്നത് തന്നെ എനിക്ക് ഭാഗ്യമായിട്ട് തോന്നുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവനെ എഴുത്തിനിരുത്തി പേരട്ട പള്ളിയില്. എൻ്റെ ഹസ്ബൻഡിന്റെ അമ്മ പറഞ്ഞു, അന്നത്തെ കാലത്തൊന്നും ഈ എഴുത്തിനിരുത്തില്ല. അപ്പൊ ആശ്രമത്തിൽ കൊണ്ട് ഞങ്ങൾ അവനെ എഴുത്തിനിരുത്തി. നന്നായി പഠിക്കുന്ന ഒരു കൊച്ച്, നല്ല ബുദ്ധിയുള്ള കൊച്ച്. എല്ലാം കൊണ്ടും ദൈവം തന്നത് ഒരു പ്രത്യേക ഗിഫ്റ്റ് ആയിരുന്നു അവന്. എല്ലാ കഴിവും ദൈവം കൊടുത്തു. 6 വർഷം കഴിഞ്ഞ് വീണ്ടും അടുത്ത കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണമെന്ന് തോന്നി. അടുത്ത ആൾക്ക് ജന്മം കൊടുത്തതും ഇതുപോലെ തന്നെ ജന്മം കൊടുത്തു. അന്ന് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് മോളെ എന്ന് വിളിച്ചിട്ടാണ്. ഞാൻ ഉദരത്തെ കൈവച്ചിട്ട്
മോളെ എന്ന് വിളിച്ചു തുടങ്ങി. പ്രസവിക്കുന്നത് വരെ മോളെ എന്ന് വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും എല്ലാം മോളെ എന്ന് വിളിച്ചുകൊണ്ടാണ്. ഈശോട് പറഞ്ഞത് എന്റെ മോക്ക് വേണ്ടി, എന്റെ മോള് ഒരു കുറവ്, അത് സൗന്ദര്യമൊന്നുമല്ല ഞാൻ ചോദിച്ചത്, ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ എനിക്ക് തരണം എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെ ഞങ്ങൾക്ക് 2 മക്കളുണ്ടായി. ഞാൻ അന്ന ദിവസം പള്ളി പാട്ട് പാടുന്നൊരു സമയമാണ്. അപ്പൊ ഞാൻ ഈ പാട്ട് പാടുമ്പം എന്റെ ശബ്ദം ഞാൻ ദശാംശമായിട്ട് വെക്കും. കാരണം വെച്ചാൽ മൈക്കെടുത്ത് ഞാൻ കൈ പിടിക്കുമ്പം ഈശോയെ ഞാൻ ഇന്ന ആവശ്യത്തിന് വേണ്ടി എന്റെ ശബ്ദം ഞാൻ ദശാംശമായിട്ട് നൽകുന്നെന്ന് പറയും. നമുക്ക് പണവോ അല്ലല്ല അതൊന്നുമല്ല, നമ്മൾ ആരോഗ്യം നമുക്ക് എന്ത് വേണമെങ്കിലും ദശാംശം വെക്കാം. അങ്ങനെ എനിക്കൊരു അറിവുള്ളത് കൊണ്ട് ഞാൻ എന്നാണ് ഈ മൈക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈശോയെ എന്റെ മക്കള് മലയാറ്റൂർ പോയിരിക്കുകയാണ്, അവര് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരാപത്തും വരുത്താതെ അവരെ കാക്കണം. അന്നത്തെ ദശാംശം ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് കാഴ്ചവെച്ചു കഴിഞ്ഞപ്പം അന്ന് ഞാൻ പാട്ട് പാടിയൊരു പാട്ടുണ്ട്, ഇതെന്റെ ആദ്യ ബലി പോലെ, ഇതെന്റെ ഏക ബലി പോലെ, ഇതൊരു അന്ത്യ ബലി പോലെ എന്ന് പറഞ്ഞിട്ട് പാടി. പാട്ടൊക്കെ പാടി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മുതൽ എന്റെ മനസ്സിന് ഇങ്ങനെ ഭയങ്കര, പക്ഷെ ഞാനത് അറിഞ്ഞുകൊണ്ട് പാടിയതൊന്നും അല്ല, പക്ഷെ മൈക്ക് എടുത്തു കഴിഞ്ഞപ്പം എനിക്കത് പാടാൻ തോന്നി. അങ്ങനെ പാടി. പക്ഷെ ആ പാട്ടിന്റെ കാര്യമൊക്കെ മറന്നുപോയി. പിന്നീടാണ് ഞാൻ ഈ പാട്ടാണല്ലോ അന്ന് പാടിയെന്ന് ഞാൻ പിന്നീട് ചിന്തിക്കുന്നത്. വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ടൊരു പരവേശം പോലെ. ഞാനിവിടെ അയൽവക്കത്തൊരു വീട്ടിൽ ചെന്നപ്പോൾ അവരോട് പറഞ്ഞു, എന്നാന്നറിയില്ലടി, എനിക്ക് പിള്ളേര് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ആദി വരുന്നത് പോലെ, എനിക്ക് വീടൊന്നും വൃത്തിയാക്കാൻ തോന്നുന്നില്ല, എന്തൊക്കെ ഒരു ബുദ്ധിമുട്ട് പോലെ, പ്രയാസം പോലെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പം ഞങ്ങള് ചേട്ടന്റെ വീട്ടിൽ പോയി. ചേട്ടനൊക്കെ UK-യിലായിരുന്നു. അപ്പൊ ചേട്ടന്റെ മക്കൾ അവിടെയുണ്ട്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങളിവിടെ കൊപ്ര ഇടാൻ വേണ്ടി പോയി. അവരുടെ വർത്താനം ഒക്കെ പറഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മക്കളെ വിളിച്ചു, മമ്മി നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലല്ലോ, വേഗം മമ്മി കറിയൊക്കെ വെച്ച് നോക്കിയിരിക്കുക, ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു. മമ്മി ഞങ്ങൾ ലേറ്റ് ആവും, മമ്മി ഭക്ഷണം കഴിച്ചോളാൻ അടവൻ മെസ്സേജ് വിട്ടു. അത് ഞങ്ങൾ അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഹസ്ബൻഡിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. അപ്പം ഫോൺ എടുത്തു കഴിഞ്ഞപ്പം അങ്ങേത്തലയിൽ, ഞാൻ പറഞ്ഞു അടോണാണല്ലോ വിളിക്കുന്നതെന്ന് പറഞ്ഞു, എത്താറായിക്കണം നിർത്തോണ്ട് ഫോൺ എടുത്തു കഴിഞ്ഞപ്പം അങ്ങേത്തലേന്ന് വിളിക്കുന്നത് വേറൊരാളാ വിളിക്കുന്നത്. അപ്പോഴേ ഞാൻ പറഞ്ഞു, ദൈവമേ ആക്സിഡന്റ് ആയോ, മക്കൾക്ക് ആക്സിഡന്റ് ആയെന്നാ തോന്നുന്നേന്ന് പറഞ്ഞു. അപ്പത്തേക്ക് വേഗം ഹസ്ബൻഡിന്റെ ഫോൺ കൊടുത്തപ്പോഴത്തേക്ക് പറഞ്ഞു അടോൺ ആരാന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു എന്റെ മോനാന്ന് പറഞ്ഞു, ഒരു ആക്സിഡന്റ് ആയിട്ടുണ്ട്, വയനാട്ടിൽ വെച്ചാണെന്ന് പറഞ്ഞു. വേഗം ഞങ്ങള് അപ്പൊ തന്നെ റെഡിയായി. ഞങ്ങൾ ചേട്ടന്റെ മോനും ഞങ്ങൾ എല്ലാവരും കൂടെ പോയി. ഇത്രയും ദൂരം ഉണ്ട്. അപ്പത്തേക്ക് ഇവിടുന്ന് എത്താൻ ഭയങ്കരമായിട്ട് ലേറ്റ് ആയി, രാത്രിയല്ലേ. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങള് വഴിനീളം പ്രാർത്ഥിക്കുന്നുണ്ട്, ഒന്നും വരുത്തരുതേ ഈശോയെ. പക്ഷെ ഒന്നും വരുത്തിയില്ല എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾ പോകുന്നത്. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഹസ്ബൻഡ് പോയി എന്നെ അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, നീ ഇവിടെ നിൽക്കുക. അപ്പത്തേക്ക് അവിടെ എല്ലാ ആളുകളായി. പിന്നെ ഒത്തിരി പോകുന്ന വഴിക്കെല്ലാം ഇങ്ങനെ ഫോൺ വന്നുകൊണ്ടിരുന്നു. അപ്പം ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് 3 മക്കളും മരിച്ചതായിട്ട് അറിയാം. അപ്പത്തേക്ക് ഓടി വന്ന് ഹസ്ബൻഡിനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, നമ്മുടെ 2 മക്കളും പോയി സിജി എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല, 2 മക്കളും പോകില്ല, തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ട്, പ്രശ്നമൊന്നുമില്ല, കരയണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പത്തേക്ക് ഉടനെ പറയുന്നു, പിന്നെ ഇവിടെ മേപ്പാടിയില് ഒരു കൊച്ചിനെ മേപ്പാടിക്ക് കൊണ്ടുപോട്ടെ, ഡിയോണ എന്ന് പറയുന്ന മോളെ മേപ്പാടിക്ക് കൊണ്ടുപോട്ടെന്ന് പറഞ്ഞു. വേഗം ഞങ്ങൾ മേപ്പാടി ചെന്നു. മേപ്പാടി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കാണുന്നത് ഇങ്ങനെ വെന്റിലേറ്ററിനകത്ത് ഇങ്ങനെ പൊതിഞ്ഞോണ്ട് പോകുന്ന ഒരു കൊച്ച്, വേറെ ഒന്നും കാണത്തില്ല, മോളെ കാണത്തില്ല, തുണിക്കകത്ത് ഇങ്ങനെ ദൂരെ പൊതിഞ്ഞോണ്ട് പോകുന്നത് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. അപ്പൊ അവിടെ നമുക്ക് ഒപ്പിട്ട് കൊടുക്കണമായിരുന്നു. അപ്പം മാനന്തവാടി പിതാവ് പറഞ്ഞിട്ട് അവിടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, ആ സിസ്റ്ററാണ് സർജറിക്കുള്ള ഒപ്പൊക്കെ ഇട്ട് കൊടുത്തത്. അപ്പം ഇത്രയും ഡിയോണമൊക്കെ ഇത്രയും സീരിയസ് ആണെന്നൊന്നും നമ്മുടെ മനസ്സിൽ വരുന്നില്ല. പക്ഷെ അഡോൺ പോയി എന്ന് 2 പേരും പോയെന്ന് പറഞ്ഞു, 3 മക്കളും പോയി. അതാരൊക്കെ പോയി എന്ന് അറിയില്ല എനിക്ക്. അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ എല്ലാവരും നമ്മുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നു, എല്ലായിടത്തും നിന്ന് ആൾക്കാർ വരുമ്പോൾ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ അഡോൺ പോയോ, എന്റെ മനസ്സിന്റെ എവിടെയോ ഇങ്ങനെ തോന്നുന്നുണ്ട് അഡോൺ പോയി, അങ്ങനെ ഒരു തോന്നൽ വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു പ്രതീക്ഷ. അങ്ങനെ ഡിയോണമ്മളുടെ സർജറി കഴിഞ്ഞു. ഞങ്ങൾ രാത്രി സർജറി കഴിഞ്ഞു. ഒത്തിരി ലേറ്റ് ആയിട്ടാണ് സർജറി കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ ഒരു ഉച്ചയായപ്പോഴാണ് എന്നോട് പറയുന്നത്, നമുക്ക് മാനന്തവാടിക്ക് പോകണം, അഡോൺ മരിച്ചു, അഡോണിൻ ജിസ്നയും പോയി, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങള് അവിടുന്ന് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം അഡോണിനെ ഇറക്കി, സ്നേഹനെ ജിസ്നനെ ഇറക്കുന്നില്ല. അവരുടെ മുഖം പോലും തിരിച്ചറിയാൻ ഞാൻ ആ മക്കളെ കണ്ടിട്ടുണ്ട്, തിരിച്ചറിയാൻ പറ്റിയാത്ത പോലെ വിരൂപമായിട്ട്. എന്താ ഒരു മരവിപ്പ് മാത്രമേ എനിക്ക് തോന്നുള്ളൂ. പക്ഷെ അന്നേരപ്പോഴും ഏതോ ഒരു ശക്തി എന്നെ താങ്ങുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി. അത് കഴിഞ്ഞ് ഞങ്ങള് മോന്റെ ബോഡി കൊണ്ട് വീട്ടിൽ വന്നു. ഡോൺ ബോസ്കോയിൽ വെച്ചു. അവിടെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റ് ആയി. പക്ഷെ ആ രാത്രിയിലൊക്കെ അഡോണിന്റെ അടുത്തിരിക്കുമ്പോഴും എന്റെ അടുത്ത് ആരോ ഉണ്ട്. എനിക്ക് ഞാൻ അങ്ങനെ കരയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കരയുന്നുണ്ടോ, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ എനിക്ക് അങ്ങോട്ട് വാവിട്ട് കരയുന്നൊന്നുമില്ല. പക്ഷെ എനിക്കറിയാം എന്റെ അപ്പൻ എന്റെ കൂടെ ഉണ്ട് എന്ന് എനിക്കറിയാം. എല്ലാവരും പറയുന്നുണ്ട് ഡിയോണ മരിച്ചോണ്ടിരിക്കുകയാണ്, മേപ്പാടി ഹോസ്പിറ്റലിൽ ഡിയോണ മരിച്ചോണ്ടിരിക്കുകയാണ്, വെന്റിലേറ്ററിൽ നിന്ന് കൊച്ചിനെ മാറ്റണം. അവർ പറയുന്നുണ്ട് ആ കൊച്ചിന് ജീവനില്ല, ജീവിച്ചിരിക്കില്ല,
നിങ്ങൾ അപ്പൊ കുറെ പേര് മോന്റെ ബോഡി അടക്കാൻ ലേറ്റ് ആകുമ്പോൾ പറയുന്നുണ്ട്, അച്ഛനൊക്കെ വിചാരിക്കുന്നത് ഇവളെയും കൂടെ ഇവളുടെ ബോഡിയും കൂടെ കൊണ്ടുവന്നിട്ട് ഒരുമിച്ച് അടക്കാം എന്നൊക്കെ തീരുമാനിച്ചു. സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം ഈശോ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അത് എനിക്ക് മനസ്സിലാകുന്നത് മകളുടെ സർജറി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മേപ്പാടിന്ന് തിരിച്ച് 7 മാസം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കശുവണ്ടി എടുക്കാൻ വരുന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ഞങ്ങളൊക്കെ ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് ആ കൊച്ചു മരിച്ചു 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 എന്ന് പറയുന്നുണ്ട്, ആ കൊച്ചിന് ബാക്കിയില്ല, മണിക്കൂറുകളോ ഇനി ആ കൊച്ചിന് ആയുസുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്, എല്ലാവരും അങ്ങനെ. പക്ഷെ എനിക്ക് അപ്പനായ ബെസ്റ്റിക്കും അമ്മയായ എനിക്കും മാത്രം അറിയില്ല കൊച്ചു മരിക്കുവാന്ന്, കൊച്ചു തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയാണ്. ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞു കൊച്ചു മരിച്ചു 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 എന്നാ പറയുന്നത്. അപ്പം ഈ വ്യക്തി, അതായത് താടിയും മുടിയൊക്കെ വളർത്തിയ ഒരു വ്യക്തി, ജുബയും കുർത്തയൊക്കെ ഇട്ട് നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ഒരാള് വന്നിട്ട് ഇങ്ങനെ കുറെ പേര് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ആ വ്യക്തി പറഞ്ഞു, നിങ്ങൾ കൊച്ചിനെ അടക്കിക്കോ, മോക്കൊന്നും സംഭവിക്കില്ല, ആ മോൾ തിരിച്ചു വരും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ 7 മാസം കഴിഞ്ഞ ആ മനുഷ്യൻ പറഞ്ഞു, അതാരാ, നിങ്ങളുടെ ബന്ധുക്കളാണോ? ഞങ്ങൾ ചോദിച്ചു, അങ്ങനെ ഒരു ബന്ധു നമ്മുടെ വീട്ടിലില്ല, നമ്മുടെ 2 പേരുടെയും ഫാമിലിയിൽ അങ്ങനെ താടിയും മുടിയും വളർത്തിയ ഒരാളില്ല. അത് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. എന്റെ സ്വർഗീയ അപ്പൻ അഡോണിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങള് അഡോണിന്റെ ബോഡി കൊണ്ട് അടക്കം ചെയ്യാൻ വേണ്ടി ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം എന്റെ മനസ്സിൽ ഞങ്ങൾ ഒരുപാട് ചടങ്ങുകളുണ്ടായിരുന്നു. നമുക്ക് KCYM ഭാരവാഹിയായതുകൊണ്ട് അവരുടെ പതാക പദപ്പേരും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അഡോൺ പോകുന്നതായിട്ട് പോലും എനിക്ക് ഫീൽ ചെയ്തില്ല. സങ്കടം വരുന്നുണ്ട്. അവൻ ഇനി തിരിച്ചു വരില്ല എന്നുള്ളതൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്താ പറയുക, ഒരു പ്രതീക്ഷ, അവൻ സ്വർഗത്തിൽ പോകും, അവൻ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ വരും. അങ്ങനെ ഇപ്പം അവൻ പോയി എന്ന് പറഞ്ഞു. ഇപ്പോഴാണേലും എനിക്ക് ചില സമയത്ത് അഡോൺ ഇല്ല എന്ന് തോന്നുന്നത് മറ്റുള്ളവർ പറയുമ്പോൾ മാത്രം, അല്ലെങ്കിൽ സിമിത്തേരി ചെന്ന് കഴിയുമ്പോഴാണ് അഡോണിന്റെ ബോഡി ഇവിടെ കിടപ്പുണ്ടെന്ന് എനിക്ക് തോന്നാറുള്ളൂ. അപ്പൊ ഞാൻ അടക്കം ചെയ്യാൻ നേരം, അഡോൺ കുട്ടാ, നീ സ്വർഗത്തിലെത്തുമ്പം ഡിയോണ മോളെ എനിക്ക് തരാൻ ഈശോയോട് പറയണം. മമ്മിക്ക് ചിലപ്പം 2 പേരും കൂടെ ഒരുമിച്ച് പോയാൽ അത് താങ്ങാൻ പറ്റില്ല. പക്ഷെ ഡിയോണ നമ്മൾ എങ്ങനെ ആയിക്കോട്ടെ, അവളുടെ ശരീരം എങ്ങനെ ആയിക്കോട്ടെ, അവൾക്ക് ഏത് രൂപത്തിലായാലും മമ്മി സ്വീകരിക്കും. പക്ഷെ നീ ഈശോയോട് പറയണം, ഈശോ മമ്മിക്ക് തരും. അങ്ങനെയാണ് ഞാൻ അവനെ പറഞ്ഞു വിട്ടത്. അത് കഴിഞ്ഞ് അവന്റെ പെട്ടി അടച്ചു. ഞാൻ പറഞ്ഞു വിട്ട കാര്യങ്ങൾ, അവനിപ്പം ഞാൻ പറഞ്ഞില്ല, അവന്റെ ബോഡി കൊണ്ടുവയ്ക്കാൻ ഞങ്ങൾക്ക് മുറ്റത്താ വെച്ചിരുന്ന, കാരണം പെരക്കകത്തോട്ട് കയറ്റാൻ ഒരു സ്ഥലമില്ല. അങ്ങനെ അവൻ ഈശോയോട് അവന്റെ ആത്മാവ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ മകൻ അറിയത്തില്ല ഞങ്ങളുടെ കഷ്ടപ്പാട് എന്താ, വേദന എന്താന്ന് അവന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് ഞങ്ങളുടെ ബ്ലഡിൽ ഒരാൾ ഈശോയുടെ എത്തുന്നപ്പം അവൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, എന്റെ പപ്പയ്ക്കും മമ്മിക്കും ഒരു വീടില്ല ഈശോയെന്നായിരിക്കും, കടമുണ്ട്, പപ്പയ്ക്ക് കൈയില്ല, എങ്ങനെയാ ജീവിക്കുക എന്ന് ചോദിച്ചു. അപ്പൊ ഈശോ പറഞ്ഞു, മോനെ നീ ഇങ്ങ് പോരെ, നിന്റെ അപ്പന്റെ അമ്മയുടെയും കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഞങ്ങൾ ഈ മക്കള് വീഴുമ്പം ഞങ്ങളുടെ ഈ 10 പൈസ ഇല്ല. മോക്ക് സർജറി കഴിയണം, ഒത്തിരി പൈസ വേണം, എവിടെ നിന്നുണ്ടാകാനാ? അപ്പൊ എല്ലാവരും കൂടെ കണക്കൂട്ടുമ്പോ എങ്ങനെയാലും 10-50 ലക്ഷം രൂപയോളം ആകും ഡിയോണമോളുടെ ചികിത്സ. ഡോക്ടർമാർ പറഞ്ഞതുകൊണ്ടിപ്പം ഇത് എവിടുന്ന് കിട്ടും? ചുരുങ്ങിയ ദിവസം ഞങ്ങളുടെ ജിൻഡോ പന്തനാനിക്കൽ എന്ന് പറഞ്ഞ അച്ഛൻ, കാരണം വെച്ചാൽ ഞങ്ങളുടെ ഇടവക വികാരി അച്ഛൻ ഒരു ദൈവദൂതനാന്ന് ഞാൻ പറയും. കാരണം വെച്ചാല് അച്ഛനല്ലായിരുന്നു ആ സമയത്ത് അവിടെ ഇരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഒരു പക്ഷെ ഇത്രയും വലിയൊരു പ്രതിസന്ധി തരണം ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല. അച്ഛന്റെ റിസ്കില് എന്റെ ആങ്ങള, പിന്നെ ചേട്ടന്റെ മക്കൾ, അങ്ങനെ ഒരു ടീം, അതായത് യൂത്തിന്റെ ഒരു ടീം, നമ്മുടെ ഫാമിലിയിലുള്ള യൂത്തിന്റെ ഒരു ടീം എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു പിരിവ് നടത്തി. അതായത് എല്ലായിടത്തു നിന്നും ഒരു വാട്സപ്പ് ടൈം ഉണ്ടാക്കി. അങ്ങനെ എനിക്കറിയില്ല, കൃത്യമായിട്ട് എനിക്കറിയില്ല, ഒരു ആഴ്ചക്കുള്ളിലാന്ന് തോന്നുന്നു 78 ലക്ഷം രൂപ എങ്ങാണ്ടാന്ന് തോന്നുന്നു അക്കൗണ്ടിൽ വന്നു. പിന്നെ ഞങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല, മോളെയും കൊണ്ട് ഞങ്ങൾ ഓടുമായിരുന്നു. ഓരോ ഹോസ്പിറ്റലിലും ഇങ്ങനെ മാറി 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 മേപ്പാടിന്ന്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വീട്ടിലെ പന്തൽ അഴിക്കുന്നില്ല 7 ദിവസം. അപ്പം ജിൻഡോച്ചൻ പറഞ്ഞ ചേച്ചി ഇപ്പൊ പോകാൻ പറ്റില്ല, കുറച്ച് 7ന്റെ ചടങ്ങുണ്ട്. പക്ഷെ ഇപ്പോഴെനിക്ക് മനസ്സിലാവുന്നത് അത് ചടങ്ങായിട്ടൊന്നുമല്ല, മോളുടെ ബോഡി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. 7 ദിവസമായിട്ടും നമ്മുടെ വീടിന്റെ മുറ്റത്തെ പന്തൽ അഴിക്കുന്നില്ല. ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്താ ഈ പന്തൽ അഴിക്കാത്തെ? അപ്പൊ അവര് പറയുന്നുണ്ട്, കുറച്ച് കുഴപ്പമില്ല, കുറച്ച് ദിവസം കൂടെ അവിടെ ഇരുന്നോട്ടെ, അവർക്ക് പന്തലുകാർക്ക് തിരക്കില്ല. പക്ഷെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന, ഈ പാലത്തും കടവും നമ്മുടെ വീട്ടുകാരും എല്ലാം വെയിറ്റ് ചെയ്യുന്ന ഡിയോണമോളുടെ ബോഡി വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങള് 7 ദിവസം അച്ഛാ ഇനി എനിക്ക് പറ്റില്ല, ഞാൻ പോട്ടെ, മോളെ കാണാൻ പോട്ടെ എന്നും പറഞ്ഞ് നിർബന്ധിച്ച് ഞാൻ മേപ്പാടി ചെല്ലുമ്പം ഞാൻ കാണുന്നത് എന്റെ മോള് വെന്റിലേറ്ററിൽ കിടന്നിങ്ങനെ അന്തിശ്വാസം വലിക്കുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ ചെന്ന പാടെ ഡോക്ടർമാരെല്ലാം പുറത്തിറക്കി വിട്ടു, നഴ്സുമാർ വേഗം ഡോക്ടർമാരെ വിളിച്ചു, എല്ലാവരും ഓടിയെത്തി. അപ്പൊ എനിക്ക് തോന്നി, ഞാൻ പുറത്തേക്ക് ഓടി ഇറങ്ങിട്ട് പറഞ്ഞു, എന്റെ മോളില്ല ഇനി,
എന്ന് പറഞ്ഞപ്പോ എന്റെ കൂടെ നിന്നൊരു പെങ്ങളുടെ മോളുണ്ടായിരുന്നു. അവളോട് ഞാൻ പറഞ്ഞു, നീ വേഗം ബൈബിൾ എടുത്ത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം അസ്ഥികളുടെ താഴ്വര അതെടുക്കാൻ പറഞ്ഞു. വേഗം അവൾ ഒരു പേപ്പറിൽ മൊബൈൽ നോക്കണം, ബൈബിളൊന്നും ഞങ്ങൾ കൊണ്ടുപോയില്ലായിരുന്നു. അപ്പം അത് നോക്കി അവൾ വേഗം മൊബൈൽ നോക്കി എഴുതിയെടുത്തു. ഞാൻ അതുകൊണ്ട് എന്നെ അവിടെ കയറ്റിയപ്പോഴത്തേക്ക് ഓടിപ്പോയി അത് വായിക്കാൻ തുടങ്ങി. അത് ഉറക്കെ വായിക്കും, സ്തുതിക്കും, ഡിയോ നമ്മളെ നിനക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ ഇങ്ങനെ എന്താ എനിക്ക് പറ്റുന്നത് പോലൊക്കെ ഞാൻ അവളുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് കരയുന്നുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ കരയുന്നില്ല. പക്ഷെ പിന്നീട് അവിടെയുള്ള സ്റ്റാഫൊക്കെ പറഞ്ഞു, ചേച്ചിക്ക് എവിടുന്ന ഈ ധൈര്യം ഉണ്ടായി, ചേച്ചി ഒന്ന് കരയുക പോലും ചെയ്യുന്നില്ലല്ലോ, ഓടി നടക്കും അവിടെ. അത് സത്യമാണത്. കാരണം വെച്ചാൽ വെന്റിലേറ്ററിൽ മോള് കിടക്കുന്നെന്ന് എനിക്കറിയാം. എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ ഹൃദയം പൊട്ടുന്ന വേദനയുണ്ട്. മോൻ ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നു. എങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ആ ശക്തി എപ്പോഴും, ഞാൻ ഇപ്പോഴും പറയാം, എൻ്റെ സ്വർഗീയ അപ്പൻ എൻ്റെ കൂടെ ഞങ്ങളെ കൈപിടിച്ച് ഇങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് സാരമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ മറ്റുള്ളവരെ ഞാൻ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ പള്ളികളിൽ പ്രാർത്ഥന ഉയരുന്നേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ഐസിയുവിന്റെ മുമ്പിൽ അവിടെ പോയി നിന്ന് അറിയാം. കാരണം ജാതി മതഭേദമന്യേ എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ അകത്ത് കിടക്കുന്നവരുടെ ജീവന് വേണ്ടി പുറത്തു നിന്നിങ്ങനെ യാചിക്കും തമ്പുരാനോട് നമ്മൾ, ഈശോയെ തിരിച്ചുതാന്ന് പറഞ്ഞുകൊണ്ട്. പള്ളികളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആത്മീയ കാര്യങ്ങളെക്കാൾ കൂടുതൽ നമുക്ക് സ്വർഗത്തിൽ പോകണം, നമ്മുടെ മക്കളെ വിശുദ്ധരാക്കണം, അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഐസിയുവിൽ, ഓരോ ഹോസ്പിറ്റലുകളുടെയും ഐസിയുവിന്റെ മുമ്പിൽ നിങ്ങളൊന്ന് പോയി നോക്കണം. ഞാൻ ദിവസങ്ങളോളം ഇരുന്നിട്ടുള്ളതാ പല ഹോസ്പിറ്റൽ മോള് ഐസിയുവിൽ. എനിക്കറിയില്ല, ഒരു 10-15 പ്രാവശ്യമെങ്കിലും കിടന്നിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു ഐസിയുവിൽ. അപ്പോ ഒക്കെ അവിടെ ഓരോരുത്തരുടെ മുഖം അവിടെ ആശ്വസിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ചിലരൊക്കെ വന്ന് നിന്ന് അത് പറഞ്ഞാലും തീരില്ല ഓരോരുത്തരുടെ വിഷമം. ആ വിഷമങ്ങൾ എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയും, എൻ്റെ മോൻ സ്വർഗത്തിലുണ്ട്, അപ്പം എന്നോട് ബാധ്യസ്ഥം വഹിക്കാൻ, മോള് വെന്റിലേറ്ററിലാണ് ഉള്ളത്. അപ്പൊ എന്നെ അവിടെയുള്ള സെക്യൂരിറ്റിയും അങ്ങനെയുള്ളവരൊക്കെ എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. അവര് പിന്നീട് എൻ്റെ നമ്പറൊക്കെ മേടിച്ച് പിന്നീട് ചോദിച്ചിട്ടുണ്ട്, ചേച്ചിക്ക് ഈ ശക്തി എവിടുന്നാ, ഞങ്ങൾക്ക് ചേച്ചി ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒറ്റ ശക്തിയുള്ളൂ, ഞാൻ അർപ്പിച്ച വിശുദ്ധ ബലി, ഞാൻ സ്വീകരിച്ച വിശുദ്ധ കുർബാന, എന്നെ ചേർത്ത് പിടിക്കുന്ന എൻ്റെ അപ്പൻ, ഞാൻ അപ്പാന്നാ വിളിക്കുക, ഞാൻ ഈ ചങ്കുപൊട്ടി അപ്പാന്ന് വിളിക്കും, മറ്റുള്ളവർ വിളിക്കുന്ന പോലല്ല. വേദനയുള്ളവൻ മുറിവേറ്റവന്റെ വേദന അറിയുള്ളൂ. എൻ്റെ മുറിവേറ്റവൻ സ്വർഗത്തിലിരിക്കുന്ന എൻ്റെ അപ്പൻ ഞങ്ങളെ ചേർത്ത് പിടിക്കും. ഹൃദയം പൊട്ടി ഞാൻ അപ്പാന്ന് വിളിക്കുമ്പം ഇപ്പോഴും ഇങ്ങനെ ഇറങ്ങി വരും. ഇന്നത്തെ മനുഷ്യർ ചിന്തിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒത്തിരി സമ്പത്തുണ്ടെങ്കിൽ, നല്ലൊരു വീടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മക്കൾ UK-ലും ഖത്തറിലും അവിടെ ഇവിടെയൊക്കെ ആണെങ്കിൽ അത് അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായിട്ടാണ് കാണുന്നത്. പക്ഷെ ഒരുപക്ഷെ ഞാനും അങ്ങനെയൊക്കെ ആയിരിക്കാം ചിന്തിച്ചേക്കുന്നത്, നമുക്ക് സുഖമായ ഒരു ജീവിതം ഉണ്ടെങ്കിൽ. പക്ഷെ ഞാനിത് അനുഭവിച്ചു കഴിഞ്ഞാൽ ഇത് പറയുന്നത്, ഏറ്റവും കൂടുതൽ സഹനം ആർക്ക് കൊടുക്കുന്നു അതാണ് തമ്പ്രാൻ. ആ കുടുംബത്തെയാണ് തമ്പ്രാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. തമ്പ്രാൻ ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങോട്ട് വരാനല്ല പറഞ്ഞത്, എൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരാനാ പറഞ്ഞത്. ആ കുരിശിന്റെ തുമ്പ് മാത്രമേ ഞാൻ പിടിച്ചിട്ടുള്ളൂ, ബാക്കി ഇനിയും കിടക്കുകയാണ്. ഇനിയും ഞങ്ങൾക്കറിയില്ല ഈ ജീവിതം ഇനി എത്ര തമ്പ്രാൻ ആഗ്രഹിക്കുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇനിയും തന്നാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. എത്ര സഹനം തന്നാലും ഞാൻ മടുക്കാതെ പ്രാർത്ഥനയാൽ. ഇപ്പൊ ഒരു പാട്ടുണ്ട്, പരീക്ഷണങ്ങൾ എന്തു വന്നാലും പതറിടാതെ പൊരുതി നിന്നിടും, പ്രാർത്ഥനയാൽ ഞാൻ പൊരുതി നിന്നിടും എന്ന് പറഞ്ഞതുപോലെ ഞാൻ പ്രാർത്ഥനയാൽ ഞങ്ങൾ പൊരുതും. നമ്മൾ ബൈബിൾ വായിച്ച് പൂർത്തീകരിച്ചിട്ടില്ല. മോളെ ഇങ്ങനെ കൈ പിടിച്ചോണ്ട്, ഈശോയെ ഇവക്ക് വേണ്ടി ഞാൻ വായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബൈബിൾ മുഴുവൻ ഇങ്ങനെ ഇവളെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ ഇവൾക്ക് വേണ്ടി വായിച്ചു തീർത്തു. ഇപ്പം 3-ാമത്തെ പ്രാവശ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഡാനിയൽ അച്ഛന്റെ ബൈബിൾ ക്ലാസ്സുകളെല്ലാം കൂടും. അങ്ങനെയാണ് ഒരു ഇച്ചിരിയെങ്കിലും ബൈബിളിനെ കുറിച്ച് ഒരു അറിവ് കിട്ടുന്നത്. എനിക്ക് ലോകത്തോട് പറയാനുള്ളത്, നമ്മളുടെ ഈ ഭൂമിയിൽ കുറച്ചു കാലം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഈശോയോട് ഇപ്പം എന്താ പറയാ, സഹനം വരുമ്പോൾ ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ സഹനമുണ്ട്. അത് തമ്പ്രാൻ അറിയാം കൂടുതൽ സഹിക്കാൻ ആർക്കാണ്. നമ്മളിത് ഈശോ ഭൂമിയിലേക്ക് നോക്കി വെച്ചിട്ട് ഈശോ ചോദിക്കും, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്, ഭൂമിയിലേക്ക് നോക്കിയിട്ട് ഈശോ നോക്കിയിട്ട് പറയും, ഞാൻ സഹനം ഇങ്ങനെ ഒരു സഹനം തന്നാൽ അത് ഏറ്റെടുക്കാൻ ആർക്കാ കഴിയുക എന്നോർക്കും. അപ്പൊ ഈശോയ്ക്ക് മനസ്സിലായി, ഈ സഹനം എനിക്ക് തന്നാൽ ഞാൻ അത് ഏറ്റെടുക്കും, ക്ഷമയോടെ മുമ്പോട്ട് കൊണ്ടുപോകും. ഇങ്ങനെയുള്ള ഒരു കുട്ടിയെ നോക്കണമെങ്കിൽ അത് ജന്മനാലെ ഇങ്ങനെ അസുഖമുള്ള കുട്ടിയെ നോക്കുമ്പോൾ അവർക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന്. നമുക്ക് ലോകമായിട്ട് മാറി നിൽക്കേണ്ടി വരും, നമ്മുടെ സുഖങ്ങളെല്ലാം നമ്മൾ ത്യജിക്കേണ്ടി വരും, നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അതുപോലെ മക്കളുടെ വേദന കാണുമ്പോൾ നമ്മുടെ ഹൃദയം തകർക്കുന്ന വേദന ഉണ്ടാവും. അതൊക്കെ ക്ഷമയോടെ സഹിക്കാവുന്ന ഒരമ്മ ഏതാ ഭൂമിയിലുള്ളതെന്ന് നോക്കും. അത് തന്നെയല്ല
നമ്മള് രാത്രി നമുക്ക് ഉറങ്ങണമെങ്കിൽ തന്നെ 4-5 പ്രാവശ്യമൊക്കെ ഞാനിപ്പോ ഏൽക്കുന്നുണ്ട് മോളെ നോക്കാം. എന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ അവളെ കിടത്തുന്നത്. ചില ദിവസങ്ങളിൽ പകല് നേരത്തെ ഉറങ്ങി വെച്ചിട്ട് നമ്മൾ കിടക്കുന്ന ഒരു 1 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഏൽക്കും. പിന്നെ നമുക്ക് ഉറങ്ങാനേ പറ്റില്ല. അങ്ങനെ ക്ഷമയോടെ നോക്കാൻ പറ്റിയ ഒരു അമ്മ ഏതാണെന്ന് നോക്കി വെച്ചിട്ടാണ് ഈശോ കൊടുക്കുന്നത്. നമുക്ക് നമ്മുടെ മുമ്പിൽ 2 ഓപ്ഷൻ ഉണ്ട് സഹനം തരുമ്പോൾ. ഒന്ന് വേണമെങ്കിൽ നമുക്ക് തമ്പുരാനെ പഴിചാരിയും നാട്ടുകാരെ പഴിചാരിയും എനിക്ക് തന്ന ശാപമാന്ന് പറഞ്ഞ് നമുക്ക് ജീവിക്കാം. 2, ഈശോയോട് ചേർന്ന് ഈശോയുടെ കുരിശും വഹിച്ചുകൊണ്ട് ഈശോ തരുന്ന സഹനങ്ങളൊക്കെ ഏറ്റെടുത്ത് നമുക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാം. ഞാൻ പറയുന്ന ഈ സഹനം എന്ന് പറയുന്നത് പുണ്യകാലമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരമ്മയ്ക്ക് ഒരു ഗർഭകാലം എന്ന് പറയുന്നത് അത് പുണ്യകാലമാണ് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഈശോ തരുന്ന സഹനം അത് പുണ്യകാലം. ഈശോ ഏറ്റവും സ്നേഹിക്കുന്ന, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, പരിശുദ്ധ അമ്മ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ആ സഹനം ഏറ്റെടുത്ത് അത് കഴിഞ്ഞ് മകനെ ഒന്നോർത്തേക്ക് കുരിശിലൊക്കെ കൊണ്ടുവന്ന് ആ ഭാഗം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അത് എത്രയോ ക്ഷമയോടെ അമ്മ അത് സഹിച്ചത്. അതുപോലെ സഹിച്ച് പരിശുദ്ധ അമ്മയെ പോലെ ജീവിക്കണം. ഇതിൽ 2 നമ്മുടെ മനുഷ്യരുടെ ചോയ്സാണ്. അത് ഏത് വേണേലും നമുക്ക് തിരഞ്ഞെടുക്കാം. ഏറ്റവും നല്ലത് നമുക്ക് തമ്പുരാനിൽ എത്തിച്ചേരണ്ടേ. എല്ലാവരും സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കും. ഈ ഭൂമിയിൽ കുറച്ചു കാലമേ ഉള്ളൂ. നമുക്ക് വേണം, ജോലി വേണം, എല്ലാം വേണം, ആവശ്യമാണ്. പക്ഷെ അതിലുപരി എല്ലാം നമ്മുടെ മക്കള് സ്വർഗത്തിലെത്തണം ഓരോ അപ്പനും അമ്മയും തീരുമാനിക്കും. അതുപോലെ മക്കളെ കൊണ്ട് ബൈബിൾ വായിച്ച് പഠിപ്പിക്കണം. നമ്മൾ ബൈബിൾ വായിച്ച് പഠിക്കണം. ചിലർക്കൊന്നും ഡാനിയേൽ പൂർണ്ണത്തിൽ അച്ഛനെ അറിയില്ല. കാരണം വെച്ചാല് ദൈവം തന്നൊരു ഗിഫ്റ്റാണ് അച്ഛൻ. കാരണം അച്ഛൻ അത്രയും ക്ലിയർ ആയിട്ട് നമ്മളെ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഒത്തിരി ഇന്നിപ്പം പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ബൈബിൾ പഠിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇന്നും നമുക്ക് ബൈബിൾ പഠിക്കാൻ എളുപ്പമാണ്. കാരണം വെച്ചാൽ അങ്ങനെ ഒത്തിരി അച്ഛന്മാര് നമുക്ക് ഇങ്ങനെ ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. അതുപോലെ ബൈബിൾ പഠിക്കുക, എല്ലാവരും സ്വർഗത്തിലെത്തുക. ഇതാണ് സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുക.